ഡോക്ടർ നമസ്കാരം. മനസ്സിലാവും. ഈ ചോദ്യകർത്താവ് സെക്സ് നന്നായി ആസ്വദിക്കുന്ന ആളാണ്, വെരി ഗുഡ്. ഉള്ള ആളാണ്. സെക്സ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ ധാരണ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ഇംപ്ലാന്റ് ഓപ്പറേഷനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇംപ്ലാന്റ് ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക് മനസ്സിന് തൃപ്തി തോന്നുന്നത് വരെ സെക്സ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. തീർച്ചയായിട്ടും കഴിയും. ആ വ്യക്തി ആഗ്രഹിക്കുന്ന അത്രയും സമയം, അയാളുടെ ശരീരം വഴങ്ങുന്ന അത്രയും സമയം ലൈംഗിക ബന്ധം തുടരാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. പക്ഷെ അതിനിടയ്ക്കുള്ള ഒരു പ്രശ്നം വരാം, സ്ഖലനം എപ്പോഴെങ്കിലും സംഭവിച്ചു വരാം. പക്ഷെ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, ശുക്ലവിസർജനം കഴിഞ്ഞാലും ഉദാഹരണം അങ്ങനെ തന്നെ നിലനിൽക്കും. ശുക്ലവിസർജനത്തിന് മുമ്പ് ഉദാഹരണം എങ്ങനെയായിരുന്നു അതേ ലെവലിൽ തന്നെ പൂർണ്ണമായിട്ട് എത്ര സമയം കഴിഞ്ഞാലും തളരാതെ അതേ ലെവലിലുള്ള ഉദാഹരണം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇംപ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശുക്ലവിസർജനത്തിന് ശേഷം പിന്നെ ഒരു കുറേ സമയം, അരമണിക്കൂറോ 1 മണിക്കൂറോ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന അത്രയും സമയം, അയാളുടെ ശരീരം ആരോഗ്യത്തോടുകൂടി വഴങ്ങുന്ന അത്രയും സമയം സെക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പങ്കാളി മതി എന്ന് പറയുന്നത് വരെയും തുടരാനായിട്ട് ഇംപ്ലാന്റ് സഹായിക്കും. അതാണ് ഇംപ്ലാന്റിന്റെ ഏറ്റവും വലിയ ഗുണം. നോർമലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറുപ്പക്കാരനാണെങ്കിലും ലിംഗം ഉദ്ധരിച്ചു വരുന്നു, കുറെ സമയം നിൽക്കുന്നു, അതിനുശേഷം ശുക്ലവിസർജനത്തിന് ശേഷം സാധാരണഗതിയിൽ ലിംഗം ചുരുങ്ങി പോവുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് രോഗമല്ല, നോർമലാണ്. അപ്പൊ പലർക്കും ശുക്ലവിസർജനം ഏർലിയാണ്. അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതിലും നേരത്തെ ശുക്ലവിസർജനം കഴിഞ്ഞു പോകും, പിന്നെ മാർഗമൊന്നുമില്ല. അപ്പൊ അതിനാണ് ശീഘ്രസ്ഖലനത്തിനൊക്കെ മരുന്ന് കഴിച്ച് ടൈം നീട്ടാൻ നോക്കുന്നത്. പക്ഷെ ഇംപ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ശുക്ലവിസർജനം കഴിഞ്ഞാലും ലിംഗം ഉദ്ധരിച്ചു തന്നെ ഇരിക്കുന്നത് കൊണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഗ്രഹിക്കുന്ന അത്രയും സമയം ബന്ധം ഒരു തടസ്സവും കൂടാതെ തുടരാൻ കഴിയും. സ്ത്രീക്കും മാക്സിമം സുഖം കിട്ടും. പുരുഷനേക്കാളേറെ അവിടെ സ്ത്രീയാണ് കൂടുതൽ ആനന്ദിക്കുന്നത്. അപ്പോൾ സെക്സ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം സഹായകരമാണ്. ഒരിക്കൽ ഒരു കൊമേഴ്സ്യൽ സെക്സ് വർക്കർ വന്നിട്ട് ഇംപ്ലാന്റ് വെച്ചുകൊണ്ടുപോയി. അദ്ദേഹം ആദ്യമൊന്നും ആവശ്യം പറഞ്ഞില്ല, പക്ഷേ പിന്നീട് പരിശോധനകളിൽ നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് കാര്യമായ കുഴപ്പമില്ല, പക്ഷേ ഇംപ്ലാന്റ് വേണം, ഇംപ്ലാന്റ് ആയിരുന്നു അയാളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് പ്രകാരം ഇംപ്ലാന്റ് ഒക്കെ ചെയ്തു പോയി. വന്നതിന് ശേഷം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അദ്ദേഹം ഒരു മെയിൽ കൊമേഴ്സ്യൽ സെക്സ് വർക്കർ ആയിരുന്നു. അത് പിന്നീടാണ് നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അത് തൃപ്തികരമായ ഒരു കാര്യമായി മാറി. എന്ന് പറഞ്ഞതുപോലെ ഒരു സെക്സ് ഇഷ്ടപ്പെടുന്ന വ്യക്തി, സെക്സ് ആഗ്രഹിക്കുന്ന വ്യക്തി, പങ്കാളിയും അങ്ങനെയാണ് എങ്കിൽ അത് നല്ല ഒരു കാര്യം തന്നെയാണ്. ഇംപ്ലാന്റ് ഒരിക്കലും മോശമായ മാർഗമല്ല. അതൊക്കെ വ്യക്തികളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോ ആരോഗ്യവും ശരീരവും അനുവദിക്കുന്നെങ്കിൽ, മനസ്സും അനുവദിക്കുന്നെങ്കിൽ ആവശ്യത്തിന് മനസ്സാഗ്രഹിക്കുന്നത് വരെ സെക്സ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സഹായകരമായ ഒരു ശസ്ത്രക്രിയയാണ് ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ഇത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു ചോദിക്കാം. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മെസ്സേജായോ എല്ലാം ചോദിക്കാവുന്നതാണ്. ഡോക്ടറോട് ഇത്തരത്തിൽ ചോദിച്ച് അതിന് വിശദമായ മറുപടി നൽകും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.